ഒരു പാക്കറ്റ് പാലേ വാങ്ങിയിട്ടുള്ളൂ. നമ്മൾ സ്റ്റൗ ഓണാക്കുന്നു. ശേഷം ഒരു പാത്രം എടുത്തിട്ട് നമ്മൾ സേമിയ പായസം ഉണ്ടാക്കാൻ പോവാണ്. അപ്പൊ റെസിപ്പി അമ്മ പറഞ്ഞു തരുന്നതായിരിക്കും. വെള്ളം ഒഴിച്ച് അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അത് ചൂടാകാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. ഇതെന്ന സാധനം? ഇതാണ് റോസ്റ്റഡ് വേർമിസെല്ലി. എന്നാൽ ഇത് ഓൾറെഡി വറുത്തതായതുകൊണ്ട് നമുക്ക് വറുക്കേണ്ട ആവശ്യമില്ല. ഇത് നമ്മൾ കഴിഞ്ഞ സൈഡപ്പേരും ഇരുട്ടിയല്ലേ? ഇരുട്ടി വാങ്ങിയത് ഓർമ്മയില്ല. മട്ടന്നൂരിന്ന് അമ്മയും ആന്റിയും പൊന്നും അപ്പയും കൂടെ സാധനം വാങ്ങാൻ പോരെ വാങ്ങിയ ഓർമ്മയില്ല. എന്നിട്ട് പിന്നെ എനിക്കൊരു ഓർമ്മയില്ല. ഇനി എന്ത് ചെയ്യണം? വെള്ളം തിളക്കുന്നുണ്ടേ. ഇതിന് അമ്മ എന്ത് ചെയ്യും? ഇതിങ്ങനെ കട്ട് ചെയ്യും. കട്ട് ചെയ്തിട്ട് ഇതിൻ്റെ അകത്തിടും. ഇനി എന്ത് ചെയ്യണം? ഇങ്ങനെ ഇളക്കി കൊടുക്കണം. നിങ്ങളെല്ലാവരും പാലിലിരിക്കും ഒതുക്കി. പക്ഷെ ഞാൻ ചൂടുവെള്ളത്തിലാണ് വേസ്റ്റ് കൊടുക്കുക. ഇനി ഇതെന്താവണം? വെള്ളത്തിൽ കിടന്ന് ഇങ്ങനെ അലിയല്ല വേവ്. വെന്തിട്ടാകുമ്പോൾ നമ്മളെന്ത് ചെയ്യാം? വെന്തിട്ടാകുമ്പോൾ എന്ത് ചെയ്യും? യെസ്, വെരി ഗുഡ്. ഇതാരാ പറഞ്ഞത്? കൂട്ടിച്ചോ? ഇവിടെ വെള്ളം കിടന്നോന്നല്ലോ. നല്ല മഴ പെയ്യുമ്പോൾ ഇങ്ങനെ മുറ്റത്ത് മഴ നോക്കി, സോറി ഇറയത്ത് ഇങ്ങനെ ഇരുന്നിട്ട് മുറ്റത്തേക്ക് മഴ നോക്കി ഇരുന്നിട്ട് പായസം കുടിക്കണം. അതൊന്ന് നല്ല ഉണ്ടാവില്ലേ? ഇതാണ് ലീവ് കിട്ടുമോ? ഞാൻ സ്കൂളിൽ വിട്ട് വന്നമാടുമാണ് ഈ പായസം ഉണ്ടാക്കുന്നത്. കുറച്ചൊരു 5 മിനിറ്റ് ആയതേ ഉള്ളൂ ഞാൻ വന്നിട്ട്. ഇനി നമുക്ക് പാൽ വയ്ക്കാം അല്ലേ? യെസ്. പാലിൽ വേവട്ടെ കുറച്ചേരം. ആദ്യം നമ്മൾ എന്ത് ചെയ്യും? പാക്കറ്റ് പാൽ. നമ്മളെ കൂടെ ദൃശ്യാന്റി ഉണ്ട്. ദൃശ്യാന്റിന്റെ ശബ്ദം മാത്രം കേൾക്കുന്നില്ലല്ലോ നിങ്ങളാരും? ഇല്ല ആന്റി. ഞാനാണ്. പാലൊഴിച്ചു. പാല് കുറച്ച് മറന്നു പോയി പുറത്ത്. ഇവിടെ കറണ്ട് ഇല്ലേ, അതുകൊണ്ട് ഇരുട്ടത്ത് നമ്മൾ ഉണ്ടാക്കുന്നത്. ഇരുട്ടത്തല്ല, മൊബൈൽ ഫ്ലാഷ് ലൈറ്റ്, ഫോണിന് ടോർച്ചൊക്കെ അടിച്ചാണ് ഉണ്ടാക്കിയാൽ മതിയില്ലേ നിങ്ങൾ വിചാരിക്കുവേനും വീഡിയോ എടുക്കാനാണെങ്കിൽ. പക്ഷെ നമുക്ക് വെയിറ്റ് ചെയ്യാൻ വയ്യ. പെട്ടെന്ന് തോന്നിയ പൂതിയാണേ. അപ്പൊ സേമിയ ഉണ്ടേനും ഇപ്പം എന്ത് ചെയ്തേ? പൊന്നൂട്ടി പോയിട്ട് പാല് വാങ്ങിയിട്ട് വന്നല്ലേ? ഇനി ഇത് പാലിൻ്റെ അകത്ത് പോവട്ടെ. നമുക്ക് എന്ത് ചെയ്യണോ? ഇനിയും നമ്മളെന്ത് ചെയ്യുമോ? ഞാനിങ്ങനെയൊന്നല്ല ഉണ്ടാക്കല്, പല മോഡലിൽ ഉണ്ടാക്കുന്നത്. ഓരോ സമയത്ത് തോന്നിയ പോലെയാണ് നമ്മൾ പായസം ഉണ്ടാക്കല്. അങ്ങനെ കൃത്യമായ ഓർഡറൊന്നും ഇല്ലേ, പക്ഷെ രുചിയുണ്ടോ? ഇനി ഇത് ഇവക്ക് വെള്ള കളറുള്ള പായസം മാത്രമേ ഇഷ്ടമുള്ളൂ കേട്ടോ. ഒരു പാക്കറ്റ് പാലിൻ്റെ പകുതിയും കൂടി ഒഴിക്കാൻ തോന്നുന്നല്ലേ? ഇല്ല ഇങ്ങനെ ഉറച്ചുകൂടെ അല്ലേ? എൻ്റെ ദൃശ്യൻ്റെ ഒന്നാണ് മൂള് മാത്രം ചെയ്യുന്നത്. ഇല്ലേ, ഇത് കുറച്ച് രാവിലത്തെ കുറച്ച് ബാക്കിയുള്ള പാലാണ്. ഇതൊക്കെ ഇങ്ങനെ വേസ്റ്റ് ആക്കും. പായസം പായസം ഇതില്ലേ നമ്മളിവിടെ 4 പേരേ ഉള്ളേ, പക്ഷെ കുറേ ആയിപ്പോയി പായസം.
നാളെയും മഴ പെയ്യും വെച്ച്. നാളെയും മഴ പെയ്യും. അപ്പോൾ നമുക്ക് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചിട്ട് നാളെയും കൂടെ കുടിക്കാം അല്ലേ? പൊന്നോ റെഡിയാവാനായേ? നമ്മൾ ഇതിൻ്റെ അകത്ത് 2 സാധനം ഇട്ടിട്ടില്ല. പഞ്ചസാരയും പിന്നെ എന്നാ ഇത്തിരി ഉപ്പും കൂടി ഇടണ്ടേ? ഇല്ല 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 ഒന്ന് തിളക്ക. ഉപ്പ് വരി കുറച്ചേ ഇടൂളേ, ഒരു ഇത്തിരി ഉപ്പ് നല്ല കുറച്ചും കൂടി ഇടാൻ തോന്നും. ഇത്തിരി ടേസ്റ്റ് ചെയ്യുമ്പോൾ നല്ല രസമുണ്ടാവും. ഉപ്പ് ഭ്രാന്തിയാകുന്ന സാധനം തന്നെ. ഇതൊരു ഭാഷ ഉപ്പ് പായസം റെഡി. ഇതിപ്പോൾ ഒരു 10 ആൾക്ക് കഴിക്കേണ്ട പായസമുണ്ടല്ലേ? ശരിക്കും നമുക്ക് അതിൻ്റെ പകുതി വെച്ചാൽ മതിയെ. ഇനി എന്താണ് നമ്മൾ അവസാനം സേമിയ വെന്തതിന് ശേഷം പഞ്ചസാര ഇടാവുന്നു. പണ്ട് അമ്മമ്മ അറിയലുണ്ടേ, സേമിയ അടുപ്പത്ത് വെച്ചപാട് പഞ്ചസാര ഇട്ടായിട്ട് സേമിയ പോകുന്നത് പോലെ ആവുന്നില്ലേ? എന്ത് ചെയ്യണം 1 2 കണക്കൊന്നുമില്ലേ ഗൈസ്, ഇത്രയാണെന്ന്. നമ്മൾ മധുരം നോക്കിയിട്ട് മാത്രമാണ് നമ്മൾ ഇടുക. ചെറിയ സ്പൂണായതുകൊണ്ട് കുറേ പ്രാവശ്യം എണ്ണ കഴിയണം, നോക്കിയിട്ടിടാം. പിന്നെ നീ ഇളക്കേണ്ട കൈ കൊള്ളും. ഇത് ആവശ്യത്തിന് പഞ്ചസാര ആയിട്ടുണ്ടാവുക പിന്നെ ഇല്ല. നമുക്കില്ലേ പഞ്ചസാരയില്ലേ ഒന്ന് തിളച്ചാലേ ഇതിൻ്റെ മധുരം മനസ്സിലാവുള്ളൂ. എന്ത് ചെയ്യാം, തിളച്ച് കഴിഞ്ഞിട്ട് മധുരം നോക്കാം. ഇനി ഒരു സാധനം കൂടെ ഇടാൻ മറന്നുപോയി ഗൈസ്. മറന്നുപോയതല്ല, അതാ ഇപ്പോഴാണ് കൊണ്ടുപോവാ. നെയ്യാണ് ഗൈസ്, നെയ്. ഇതാ ഗൈസ്, ഇപ്പം നമ്മുടെ പായസം റെഡിയായി വരുന്നുണ്ട്. ലാസ്റ്റ് ഒരു സാധനം കൂടെ ഇട്ടാൽ റെഡിയാവും ഗൈസ്. എന്ത് സാധനം? ഇതിനകത്ത് ഏലക്കായ ഇടണം, അണ്ടിപ്പരിപ്പ് ഇടണം, മുന്തിരി ഇടണം. നിർഭാഗ്യവശാൽ ഈ സാധനങ്ങളൊന്നും ഇവിടെയില്ല. പൊന്നൂന് മുന്തിരി ഇഷ്ടമല്ല, അണ്ടിപ്പരിപ്പ് ഇഷ്ടമല്ല പായസത്തിലിടുന്നേ. പക്ഷെ വെറുതെ കഴിക്കാൻ ഇഷ്ടമല്ല. പായസത്തിലിട്ട നീ നെയ്യിൽ കുടിക്കുമ്പോൾ ചാടും. ആര് ചാടും? തുപ്പിക്കളി. അതുകൊണ്ട് നമ്മൾ വെറുതെ നെയ്യ് മാത്രമേ ഇങ്ങനെ ഒഴിക്കുന്നേ ഉള്ളൂ. തട്ടിക്കൂട്ട് പായസമാണെന്ന് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങളാരും പറയാറ് അതിൻ്റെ അകത്ത് ഏലക്കായ ഇട്ടിട്ടില്ല, മുന്തിരി ഇട്ടിട്ടില്ല, അണ്ടിപ്പരിപ്പ് ഇട്ടിട്ടില്ല ഒന്നും പറയാറല്ലേ. നമുക്ക് പെട്ടെന്ന് തോന്നി നമ്മൾ ഇങ്ങനെയും പായസം ഉണ്ടാക്കി കുടിക്കും. പിന്നെ നമ്മൾ ഇതിങ്ങനെ എടുത്തിട്ട് ഊതിയിട്ടിൻ്റെ കൈ ചെയ്താൽ നീ മധുരം ഉണ്ടോ നോക്കണേ. ഏത് കയ്യാ? മധുരമുണ്ട്, നല്ല ടേസ്റ്റും ഉണ്ട്, നല്ല കറക്റ്റ് മധുരവും ഉണ്ട് ഗൈസ്. വെറുതെ പറയുന്നില്ലല്ലോ, അമ്മ നോക്കണ്ടല്ലോ. അധികം മധുരം വേണ്ടല്ലോ. ഇപ്പൊ വേണോ ഇനി എന്നാ ചെയ്യാം നമ്മള്? പിന്നെ ഉരുക്കിന പിന്നെ ഇത് പൊട്ടിച്ചില്ലല്ലോ. ഇതെന്താ ഉരുക്കിയില്ല? ആകുമ്പോഴേക്കും അയ്യോ
പക്ഷെ അത് അടുപ്പിച്ച് വെച്ചാൽ ഉരുകി പോകില്ലേ പാട്ട, അത് പ്ലാസ്റ്റിക് പാട്ടല്ലേ. ഇത് നമ്മൾ ഓഫാക്കുവാണേ, ഇല്ലെങ്കിൽ വെറ്റിപ്പോ. അയ്യോ പൊന്നു പായസം റെഡി. നമ്മളിതാ ഇതിനകത്ത് നെയ്യ് ഒഴിക്കാൻ പോവാണ്. എൻ്റെ ഗീ ഒഴിക്കാൻ പോവാം. യെസ് 1 2 ഇതൊന്ന് ആവുന്ന വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. നമുക്ക് എനിക്ക് വെയിറ്റ് ചെയ്യാൻ ക്ഷമയുണ്ടോ? നമുക്കൊന്ന് കരണ്ട് അപ്പം നല്ല പായസം റെഡി ആയില്ലേ? ഏലക്കായ വേണ്ടിപ്പരിപ്പ് മുന്തിരിയും കൂടെ വേണമായിരുന്നു അല്ലേ. പാല് വാങ്ങിക്കാൻ പോയത് വാങ്ങാൻ മറന്നു പോയതാണ് സത്യം പറഞ്ഞാൽ. ആ വെച്ച് അതിലൂടെ ഉണ്ടാവണം. നമ്മുടെ പായസം റെഡിയായി. ഇനി എന്ത് ചെയ്യണം? കുറച്ച് തണിയാൻ വെക്കണം, എന്നിട്ട് നമുക്ക് കുടിക്കാം അല്ലേ. അപ്പം നമ്മുടെ പായസം റെഡി ആയിട്ടുണ്ടേ. ഇനി നമുക്ക് ഇത് കുളിച്ചിട്ട് വന്നിട്ട് കഴിക്കാം. ബൈ. അപ്പം ഞാൻ കുളി കഴിഞ്ഞ് വന്നു ഗൈസ്. ഇനി പായസം കുടിക്കാം. രസമുണ്ടോ? കുറച്ച് ഉറച്ചു പോയി അല്ലേ. പിന്നെ ടി വി തന്നെ ഉണ്ടോ പിടിക്കുന്ന പായസം? കറണ്ട് വന്നു കഴിച്ചേട്ടാ. നമ്മുടെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.